ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ എനിക്കും കെട്ടി 8ൻ്റെ പണിയല്ല 16ൻ്റെ പണിയാണ്. സൺസ്ക്രീൻ ഇടാണ്ട് പുറത്ത് പോയോണ്ട് മൊത്തത്തിൽ ടാൻ അടിച്ച് കറുത്ത് കരുവാളിച്ചിരിക്കുന്നുണ്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണം. മുഖം മാത്രമല്ല, ചുണ്ടും കരുവാളിച്ച് കറുത്ത് പുക വലിച്ച മാതിരി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ലിപ്സ്റ്റിക്ക് ഇട്ട് ആകെ ടാനൊക്കെ അടിച്ച് ഇതുപോലെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റാനായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോഫി സ്കിൻ കെയർ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നല്ല അടിപൊളിയാക്കി എടുക്കാം കേട്ടോ ഗൈസ് നമ്മുടെ ഫേസും ചുണ്ടൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ കുറച്ച് കൂടുതലും ഒരെണ്ണത്തിൽ കുറച്ച് കുറവും ഇതുപോലെ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലൈറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സൈഡിൽ ഏറ്റവും കൂടുതൽ കാപ്പിപ്പൊടി വെച്ചിട്ടില്ലേ, അതിലേക്ക് 2 പിഞ്ചോളം റൈസ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. നമ്മുടെ അരിപ്പൊടി അതിട്ട് നന്നായിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയാണെങ്കിൽ നമ്മൾ ആ റൈസ് ഫ്ലോർ ഇട്ട ആ ഒരു ഭാഗത്തേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേൻ ഒഴിച്ച് കൊടുക്കാം. മറ്റേ ഇപ്പുറത്തെ സൈഡിലേക്ക് തേനും കോഫി പൗഡറും. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് വാഷ് വെച്ചൊന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ സ്ക്രബാണ്. അതിനായിട്ട് നമ്മൾ കാപ്പിപ്പൊടിയും പാലും അതുപോലെ തന്നെ അരിപ്പൊടിയും ഒരു മിക്സ് ആക്കിയിട്ടുണ്ടായില്ലേ, അത് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ കോഫി സ്കിൻ കെയർ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ നല്ല രീതിക്ക് ടാനൊക്കെ റിമൂവ് ആയി നല്ല വെളുവിളാന്ന് വെളുക്കൂട്ടോ ഗൈസ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. ഒരച്ച് വലിച്ച് പറിച്ച് മുഖമൊന്നും വലിച്ച് പറിച്ച് എടുക്കരുത്. ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് കേട്ടോ ഗൈസ്. ചുണ്ടിലും കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു തേനും അതേപോലെ തന്നെ കോഫി പൗഡറും കൂടി സെറ്റാക്കിയിട്ടുണ്ടായില്ലേ. ഈ ഒരു മാസ്ക് നമ്മുടെ ചുണ്ടിലും കണ്ണിൻ്റെ അടിയിലെ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം. അത് നമ്മൾ ആ 2 സ്ഥലത്തും തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസും നല്ല രീതിക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. വെറുതെ വാഷ് ചെയ്താൽ മതി കേട്ടോ ഗൈസ്. വേറെ ഫേസ് വാഷ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് ഗ്ലോ ആയി വന്നിട്ടുണ്ട്. ആദ്യത്തിനേക്കാട്ടും നല്ല രീതിക്ക് ഗ്ലോ ആയി വന്നിട്ടുണ്ട്. ഫേസൊക്കെ നല്ല രീതിക്ക് സ്മൂത്തായി, ചുണ്ടിലെ ഡെഡ് സെൽസൊക്കെ ഒന്ന് പോയി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നെക്സ്റ്റ് നമ്മുടെ തേർഡ് സ്റ്റെപ്പിന് ഒരു അടിപൊളി മാസ്ക് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മുടെ ടെർമറിക് പൗഡർ ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതുപോലൊരു ഷെയ്ഡായി വരുമ്പോൾ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാട്ടോ. ഇതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡായി വരും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനിയാണെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാക്കറ്റ് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി അതിലേക്കിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പാൽ ഒഴിച്ച് വീണ്ടും നല്ല രീതിക്ക് ഒരു പേസ്റ്റ് കണക്കിന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ അടിപൊളി ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വെറുതെ യൂസ് ചെയ്തതിന് റിസൾട്ട് കിട്ടില്ല. പകരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് യൂസ് ചെയ്താലാണ് അതിൻ്റേതായ റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഒരു കുറച്ച് നേരത്തോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പത്തിന് ഞാൻ കുറച്ചൊന്ന് ബോറടിച്ചിരിക്കുകയാണ്. ബോറടി മാറാൻ വേണ്ടി കുറച്ച് കയ്യിലെടുത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫ്രിഡ്ജിൽ. ഞാൻ ഇപ്പോൾ വെറുതെ ഒന്ന് തേച്ചതാണ്. ഇനിയാണെങ്കിൽ നമുക്ക് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൂ കട്ടയാണ്. ഇത് നമ്മൾ ഫേസിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നാളെയാണ് കേട്ടോ ഇടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ടയാവണോ, ലൈസും കട്ടയാവണം. അതിനായിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. ബ്രൂവിൻ്റെ ആ കാപ്പിപ്പൊടിയും വെള്ളവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഐസും കട്ട ആക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ നമ്മുടെ ഫേസ് മാസ്ക് തണുക്കാൻ വേണ്ടി കുറച്ച് കയ്യിലിട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ കയ്യിൽ തന്നെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വാഷ് ചെയ്തു. ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. നമ്മുടെ ഫേസ് മാസ്ക് തേർഡ് സ്റ്റെപ്പാണ്. അത് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫേസ് വാഷ്, സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബ്, അതുപോലെ തന്നെ തേർഡ് സ്റ്റെപ്പാണ് നമ്മുടെ ഫേസ് മാസ്ക്. ഫേസ് മാസ്ക് അവിടെ നിന്ന് തണുക്കണേമിന് എൻ്റെ ഉള്ളിൽ ഞാൻ ഒന്ന് തണുപ്പിക്കുന്നുണ്ട് കോൾഡ് കോഫി കുടിച്ചിട്ട്. അങ്ങനെ അവസാനം നമ്മുടെ ഫേസ് മാസ്ക് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു കളർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ്. അങ്ങനെ ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഖവും കഴുത്തും തമ്മിൽ വേറെ വേറെ കളറാവും.
ഞാനിപ്പോൾ കഴുത്തിലിടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുളിച്ച് വന്നിട്ടുള്ള എൻ്റെ ഡ്രസ്സ് ചീത്താവും കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് കഴുത്തിലിടാത്തത് കേട്ടോ ഗൈസ്. പകരം കുറച്ച് വന്നത് ഞാൻ കുറച്ച് കയ്യിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കൈയുടെ റിസൾട്ട് കാണാമല്ലോ ഗൈസ്. നല്ല കൃത്യമായിട്ട് തന്നെ റിസൾട്ട് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കയ്യിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുണ്ടത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മാറി ഒരു പിങ്ക് ഷെയ്ഡ് ആവാൻ വേണ്ടിയാണ്. അങ്ങനെ കയ്യിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. ഫേസിൽ നമുക്കൊരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത്ര നേരം എനിക്ക് ബോർ അടിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഫോണിൽ കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോണിലൊക്കെ കളിച്ച് സമയം അങ്ങനെ വേഗം പോയി. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൈ ഇതുപോലെ ഒന്ന് ഉരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടി. കുറച്ച് വെള്ളം നനച്ചിട്ട് വേണം ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് റിസൾട്ട് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പൊന്നു ഗൈസ് അടിപൊളിയാണെന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഇത് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്ത് വന്ന് എൻ്റെ 2 കൈയും കൂടി ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോഴാണ് ആ ഒരു സംഭവം ഞാൻ കാണുന്നത്. അടിപൊളി റിസൾട്ടാണ്. ഏത് കറുത്ത ആളാണെങ്കിലും ഈ സംഭവം എന്തായാലും വെളുക്കൂട്ടോ ഗൈസ്. നല്ല രീതിക്ക് ടാൻ റിമൂവ് ആവും. അതേപോലെ തന്നെ നല്ല രീതിക്ക് സ്കിൻ ബ്രൈറ്റൻ ആവും. ഫേസിൽ കഴുകാനായിട്ടുള്ള സമയമായില്ല. അപ്പോഴത്തേനും ഞാൻ കുറച്ച് നേരം ഫോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാമെന്ന് നോക്കട്ടെ. നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കിട്ടോ ഗൈസ്. അങ്ങനെ അവസാനം നമ്മുടെ സമയം വന്നെത്തി. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിസൾട്ട് നോക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ്. ആദ്യം തന്നെ എനിക്ക് വലിയ എക്സ്പ്രഷനൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഇനി നമുക്കിത് സ്പൂൺ വെച്ചൊന്നിങ്ങനെ വലിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുക എങ്ങനെയാണ് റിസൾട്ട് എന്ന്. അങ്ങനെ ഇപ്പം എനിക്ക് മനസ്സിലായി നല്ല രീതിക്കുള്ള റിസൾട്ട് ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഗൈസ്. നല്ല രീതിക്ക് സ്കിൻ ബ്രൈറ്റനായി. ആ ടാൻ അടിച്ചതൊക്കെ മൊത്തത്തിൽ മാറി നല്ല രീതിക്ക് സ്കിൻ അങ്ങോട്ട് ബ്രൈറ്റനായി വന്നിട്ടുണ്ട്. അങ്ങനെ സ്പൂൺ വെച്ച് ഇതുപോലെ കാട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം അടിപൊളി സ്കിൻ കെയർ ആണേ. അങ്ങനെ അവസാനം നമുക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് കഴുകിയിട്ട് വരാട്ടോ ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു സ്കിൻ കെയർ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പോകാനുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഫേസ് നല്ല ബ്രൈറ്റനായി. ചുണ്ടും നല്ലൊരു പിങ്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഫേസൊക്കെ നല്ല ഗ്ലാസ് പോലെ തിളങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്കിൻ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. മൂക്കിലത്തെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സൊക്കെ ഒന്ന് പോയി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കോഫി സ്കിൻ കെയർ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇനി 2 സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിക്കാം കേട്ടോ ഗൈസ്. മുഖം മുങ്ങാൻ പാകത്തിനുള്ള പാത്രം എടുക്കാം. ഇനി നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പാക്കറ്റ് ബ്രൂ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അതെടുത്തൊന്ന് കമത്തി കൊടുക്കാം കേട്ടോ ഗൈസ്. ഇനി നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് 3-4 പ്രാവശ്യം ഈ വെള്ളത്തിൽ കഴുകുകയോ ഫേസ് ആ വെള്ളത്തിലൊന്ന് മുക്കുകയോ ചെയ്യാം കേട്ടോ ഗൈസ്. നല്ല അടിപൊളി റിഫ്രഷിങ് ആണ്. നമ്മുടെ ഫേസ് നല്ല രീതിക്ക് കൂളാവും. നല്ല രീതിക്ക് ഒരു അടിപൊളി ഒരു ഫീല് കിട്ടും കേട്ടോ ഗൈസ്. ഞാനിങ്ങനെ 3-4 വട്ടം ഇതുപോലെ മുക്കിക്ക കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സുഖം കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ് ഇങ്ങനെ മുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഐസൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ആ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് മുഖവും കൂടി കഴുകിയപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അത് നമ്മൾ നാളെയാണ് കേട്ടോ ചെയ്യാം കേട്ടോ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഉണ്ടാക്കിയ ബീട്രൂട്ട് ലിബാമാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അടിപൊളി ലിബാമാണ്. നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറച്ചത് തിന്നുകയും ചെയ്തു, കുറച്ചങ്ങോട്ട് ഇട്ടുകയും ചെയ്തു കേട്ടോ ഗൈസ്. അങ്ങനെ അവസാനം പിങ്ക് ലിപ്സ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനിയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നാളെയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നാണ് നമ്മുടെ ഐസ് റോളിങ് കേട്ടോ ഗൈസ്. രാവിലെ ആയപ്പോൾ തന്നെ നല്ല രീതിക്ക് ബ്രൈറ്റൺ ആയിട്ടുണ്ട് സ്കിന്ന്. അങ്ങനെ അവസാനം നമ്മുടെ ഐസ് റോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചത്. അങ്ങനെ അത് വെച്ച് ഫേസൊക്കെ നല്ല രീതിക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്താലാണ് നമ്മുടെ സ്കിന്നിൻ്റെ അവസാനമായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഈ ഒരു മാസ്കിൻ്റെയൊക്കെ അങ്ങനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് നന്നായിട്ടൊന്ന് കണ്ണിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു കോഫി സ്കിൻ കെയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ.